ലോകത്തിലെ തന്നെ ഏറ്റവും ആത്മീയ സംഗമമെന്നാണ് മഹാകുംഭമേളയെ വിശേഷിപ്പിക്കുന്നത്. 6 ആഴ്ച നീണ്ടു നിന്ന മഹാകുംഭമേളയ്ക്ക് സമാപനമാണ്. അതായത് വെള്ളം അമൃതാകുമ്പോൾ ആ പുണ്യനദിയിൽ ഇറങ്ങി സ്നാനം ചെയ്താൽ ഒരുപാട് ഐശ്വര്യം കിട്ടുമെന്നൊക്കെയാണ് വിശ്വാസം. എങ്ങനെയൊന്ന് വിലയിരുത്താം? കുംഭമേള വലിയൊരു സാംസ്കാരിക സിഗ്നലായിട്ട് മാറി ഈ വർഷം കൊണ്ട്. ഇതുവരെ ഇതിനു മുമ്പും കുംഭമേള ഉണ്ടായിരുന്നു എത്രയോ നൂറ്റാണ്ടുകളായിട്ട്. പക്ഷേ ഈ ഒരു പ്രാധാന്യം അന്നൊന്നും കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കുംഭമേളയ്ക്ക് പോലും ഇത്രയും പ്രാധാന്യം കിട്ടിയില്ല. 4 വർഷം കൂടുമ്പോഴാണ് ഇത് പ്രയാഗ്രാജിൽ വരുന്നത്, ബാക്കി ഉജ്ജയിൻ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലാണ്. പക്ഷെ അതിൻ്റെ ഒരു സാംസ്കാരിക മെസ്സേജ് പോയിരുന്നില്ല. ഇത്തവണ ആദ്യമായിട്ട് അത് പോയി എന്ന് മാത്രമല്ല, കേരളം പോലെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തുനിന്ന് പോലും കുംഭമേളയ്ക്ക് ധാരാളം പേര് പോയി. ഒരുപാട് പേര് പോയി. ട്രെയിനിൽ സ്ഥലമില്ലാതെയായി, ഫ്ലൈറ്റിൽ സ്ഥലമില്ലാതെയായി, അവിടെ തിരക്ക് കൂടിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. 20 കിലോമീറ്റർ വരെ ആൾക്കാർ നടന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ആധ്യാത്മിക ചൈതന്യം എത്ര പെട്ടെന്നാണ് ആളുകളെ, ഭാരതീയരെ ആകർഷിക്കുന്നത്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് കുംഭമേള. അത് വെറും ഒരാൾക്കൂട്ടമല്ല, അതൊരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടമാണ്. നേരത്തെ അത് ആഘാടകളുടെ ഒരു സംഘമായിരുന്നു, പ്രത്യേകിച്ചും സന്യാസിമാരുടെ. അത് മാറിയിട്ട് നാനാജാതി മതസ്ഥരുടെ ഒരു സംഗമവേദിയായിട്ട് അത് മാറി. വേറൊന്ന്, ഈ പൊളിറ്റിക്കൽ സൈഡിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ അഖിലേഷ് യാദവ് ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഈ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നില്ല. കുറച്ച് നാളായിട്ട് ഇതില്ല, ഉണ്ടെന്നില്ല. ജാതി സെൻസസ് ആവശ്യപ്പെടുന്ന കാര്യം അവർ നിർത്തിയത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഘടകമായിരുന്നു. അതിനുശേഷം കുംഭമേള വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ നേരിട്ട് കാണുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ കൂടിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഗംഗയിൽ മുങ്ങുന്നു. ആരും ആരുടെയും ജാതി അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കാനേ തോന്നുന്നില്ല. അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒന്നും തന്നെ അപ്പർ ക്ലാസ്സിനൊന്നും ലോവർ ക്ലാസ്സിനും വേറെ ഒന്നുമില്ല. ഇപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഹിന്ദുവിന് ജാതി ഒരു വിഷയമല്ല എന്ന് തെളിയിക്കുന്ന ഒരു മഹാ സംഗമമായി മാറി കുംഭമേള. അപ്പോൾ ഇത് കണ്ട് അന്തം വിട്ടുപോയി. അങ്ങനെയാണ് മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചത്, അവിടെ പോയി മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ? അത് ചോദിച്ചതോടെ ഖാർഗെ കൂടുതൽ അപഹാസ്യനായി. കാരണം മനുഷ്യൻ ഈ വിശപ്പ് മാറുക എന്നുള്ളത് മാത്രമല്ല, വിശപ്പ് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ബട്ട് അതുപോലും ഈ വിശപ്പിനപ്പുറം മനുഷ്യന് വേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഖാർഗെയ്ക്ക് ഇത് അറിഞ്ഞുകൂടാ എന്നുള്ള സ്ഥിതിയായി. ഖാർഗെ നാണം കെട്ടുപോയി. പിന്നെ ഒറ്റത്തവണയേ അത് ചോദിച്ചുള്ളൂ. അതോടെ അദ്ദേഹവും മാറി. കുംഭമേളയെ ആർക്കും എതിർക്കാൻ പറ്റിയില്ല. കുംഭമേളയിൽ നടന്ന ഒരു അപകടം കാണിച്ചുകൊണ്ട് കുംഭമേളയെ ഇവർ മമതാ ബാനർജി അവർ മൃത്യുമേള എന്ന് വിളിച്ചു. അതോടെ അവരുടെ ക്രെഡിബിലിറ്റി പോയി. കാരണം സമാനമായ സമയത്ത് കൽക്കട്ടയിൽ ഒരു കുംഭമേള പോലെ തന്നെ അവിടെ ഉണ്ട്. അത് ഓർഗനൈസ് ചെയ്തത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ഈ യോഗി ആദിത്യനാഥ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരൊരു ഫുൾ പേജ് അഡ്വർടൈസ്മെൻ്റ് കൊടുത്തിരുന്നു, കേരളത്തിലെ പത്രങ്ങളിൽ പോലും, അവരുടെ ഫോട്ടോയൊക്കെ വെച്ച്. സ്വാഭാവികമായിട്ട് അവിടെയും ആൾ കൂടി. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റോടുകൂടി അതിൻ്റെ ഗുഡ് വില്ല് മമതയ്ക്ക് കിട്ടാതെയായി. ഡബിൾ സ്റ്റാൻഡ് എടുത്തു അല്ലേ? അപ്പോൾ യോഗി ഫൈനലി ഒരു മെസ്സേജ് കുംഭമേളയെ പറ്റി കൊടുത്തത്, ആരെന്തന്വേഷിച്ച് ഇവിടെ വന്നോ അതവർക്ക് കിട്ടി. ചവർ അന്വേഷിച്ച് വരുന്ന പന്നികൾക്ക് ചവർ കിട്ടി, ശവം അന്വേഷിച്ച് വന്ന കഴുകന്മാർക്ക് ശവം കിട്ടി, കച്ചവടം അന്വേഷിച്ച് വന്നവർക്ക് അത് കിട്ടി, പണം മോഹിച്ച് വന്നവർക്ക് പണം കിട്ടി.
കൗതുകം മോഹിച്ച് വന്നവർക്ക് അത് കിട്ടി, ആധ്യാത്മികത മോഹിച്ച് വന്നവർക്ക് അത് കിട്ടി, ഏകാന്തത മോഹിച്ച് വന്നവർക്ക് ഈ ആൾക്കൂട്ടത്തിനിടയിൽ പോലും ഏകാന്തത കിട്ടി. ആരെന്താണോ ആഗ്രഹിച്ചത് അവർക്കത് കിട്ടി. അതാണ് കുംഭമേളയുടെ പ്രത്യേകത. നിങ്ങൾ എന്താഗ്രഹിച്ച് അവിടെ പോകുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ചപ്പുചവറാണ് ആഗ്രഹമെങ്കിൽ അതും അവിടെ കിട്ടും. ശവമാണ് ആഗ്രഹം. ശവം തിന്നുന്ന കഴുകന്മാരുണ്ടല്ലോ, അവരുടെ ഭക്ഷണം ശവമാണ്. അവരെ കുറ്റം പറയുന്ന കാര്യമില്ല. ഈശ്വരൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ശവം തിന്നാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ശവം കിട്ടി. എന്താണോ നിങ്ങൾ അന്വേഷിച്ചത് അത് നിങ്ങൾക്ക് കിട്ടും. ഇതായിരുന്നു കുംഭമേളയുടെ യോഗിയുടെ ഒരു ലാസ്റ്റ് കമൻ്റായിട്ട് വന്നത്. അപ്പോൾ ഈ വർഷത്തോടുകൂടി കുംഭമേള വലിയൊരു ഇവൻ്റായിട്ട് മാറി. ഇനിയിപ്പോൾ അടുത്ത കുംഭമേള സ്ഥലത്ത് ഇതുപോലെ തന്നെ ആൾ കൂടും. വാസ്തവത്തിൽ പ്രയാഗ്രാജിൻ്റെ അത്രയും സ്ഥലം വേറെ എങ്ങും ഇല്ല. ബാക്കി 3 കുംഭമേളകൾക്കും ഇത്രയും സ്ഥലമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്ഥലം ഒരുക്കേണ്ടി വരും. അത് മൊത്തം ഭാരതത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറി കുംഭമേള. ഒരു 15-20 വർഷം മുമ്പ് കേരളത്തിൽ കുംഭമേള ഒരു വാർത്തയൊന്നും ആയിരുന്നില്ല. ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അങ്ങനെ ഒരു ആവേശകരമായ കാര്യമൊന്നുമല്ല. നമ്മുടെ ശബരിമല തീർത്ഥാടനം ഇതൊക്കെ ആയിട്ട് കഴിയുന്നവരായിരുന്നു. ഇപ്പോൾ അത് മാറി. മൊത്തം ഭാരതത്തിലേക്ക് നമ്മുടെ മനസ്സ് വികസിച്ചു. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ഇത് വേണമെങ്കിൽ പിണറായി വിജയനും ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളുടെ പമ്പാ സ്നാനമുണ്ടല്ലോ, ശബരിമല തീർത്ഥാടന കാലത്ത് പമ്പ ക്ലീൻ ചെയ്യുക, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഭംഗിയായിട്ട് അത് നടത്തുക. അതിലൂടെ ഹിന്ദു സമാജത്തിൻ്റെയും മൊത്തം ലോകത്തിൻ്റെയും ഗുഡ് വില്ല് വാങ്ങിച്ചെടുക്കുക. ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സ്ഥിതിക്കും അങ്ങേരുടെ സ്വഭാവ രീതിക്ക് യോജിച്ചതല്ലാതെ അങ്ങേരൊന്നും ചെയ്യുമൊന്നുമില്ല. പമ്പയൊക്കെ വൃത്തികേടായിട്ട് തന്നെ കിടക്കും. ഈ ലോകത്തിലെ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളടക്കം അവിടെ നിന്നൊക്കെ അവരുടെ പ്രതിനിധികളെ അയച്ചു. എങ്ങനെയാണ് ഇത്രയും വലിയ 40-45 കോടി ജനങ്ങൾ വന്നാൽ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? UAE നടക്കം ഒരു സ്ത്രീ പ്രതിനിധിയെ, ഒരു വനിതാ പ്രതിനിധിയാണ് അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ലോകമെമ്പാടും നിന്നുള്ള ആളുകൾ വന്ന് കണ്ടു മനസ്സിലാക്കുകയാണ് എത്രയും വലിയ ആൾക്കൂട്ടം വന്നാലും എങ്ങനെ ഹാൻഡിൽ ചെയ്തു പോകുന്നു. വെള്ളത്തിൽ ഇത്രയും പേർ മുങ്ങി കുളിക്കുമ്പോൾ കോളിഫോം ബാക്ടീരിയ കൂടുന്നു, അത് അസുഖം വരുത്തുന്നു എന്നൊക്കെ പറയുന്നവർക്ക് എങ്ങനെയാണ് ഇവർ മറുപടി കൊടുത്തത്? അപ്പോൾ ഒരു സംസ്ഥാനം ചെയ്ത, കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ചെയ്ത ഇത് ലോകത്തിന് മാതൃകയായി എന്ന് പറയാം. തീർച്ചയായിട്ടും. ബട്ട് അത് ജനങ്ങളുടെ ഒരു സഹകരണവും അതിലുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയ ഇതൊക്കെ ഈ മനഃപൂർവ്വം നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി കലക്കുന്നു എന്ന് വയ്ക്കുക, അതൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഈ വെള്ളം വിഷമായിട്ട് മാറാനോ വിഷമയമാകാനോ ഒക്കെ നമ്മൾ കുറച്ചെന്തെങ്കിലും കെമിക്കൽ അതിൽ കലർത്തി വിട്ടാൽ മതി. അതെല്ലായിടത്തും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു 15 ഗ്രാം വിഷം കലർത്തി കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇത്ര മില്ലിഗ്രാം, അത് അതിൻ്റെ ലിമിറ്റിനപ്പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാം. ഇതുപോലെ മിസ്ചീഫ് മേക്കേഴ്സ് ധാരാളമുണ്ട്. അവരുണ്ടായിട്ട് പോലും ഇതൊക്കെ നിയന്ത്രിച്ചു എന്നുള്ളതാണ് UP പോലീസിൻ്റെയും അതിൻ്റെ മേധാവിയായ യോഗി ആദിത്യനാഥിൻ്റെയും കഴിവ് എന്ന് പറയുന്നത്. ആൾക്കൂട്ടത്തിൽ മിസ്ചീഫ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനുമാണ് വലിയ പ്രയാസം. നമ്മുടെ കോട്ടയം തിരുനക്കര മൈതാനത്ത് ഈ അലഞ്ഞിരിക്കുന്ന കാളകളുണ്ടല്ലോ, അവിടെ അമ്പലക്കാളയാണ്. അപ്പോൾ ഈ അമ്പലക്കാളയുടെ വാലിൽ ഒരു മുട്ടുസൂചി കുത്തിയിട്ട് അത് വിരൽ പിടിച്ച് ഓടുക. അപ്പോൾ ആൾക്കൂട്ടത്തിലൊരു കാള ഓടിക്കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ, അതുപോലെ ആന ഇടഞ്ഞു എന്ന് പറയുക. ആന ഇടയൊന്നും വേണ്ട, ആന ഇടഞ്ഞെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ആൾക്കാർ ഓട്ടം തുടങ്ങും. ഇങ്ങനെ മിസ്ചീഫ് ഉണ്ടാക്കാൻ 1-2 ആൾക്കാർ മതി. 20,000 ആൾക്കാർ 30,000 ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് മിസ്ചീഫിന് 1-2 പേര് മതി. അത് കൺട്രോൾ ചെയ്യാൻ പിന്നെ പ്രയാസമാകും. ഇതൊക്കെ കുംഭമേളയിലും സാധ്യതമാണ്. പക്ഷേ അത് നിയന്ത്രിച്ചു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിൻ്റെ ഒരു കഴിവായിട്ട് നമ്മൾ കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ കുംഭമേള ഇന്ന് അവസാനിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിജയകരമായി അവസാനിപ്പിച്ചു എന്നതിൽ UP മുഖ്യമന്ത്രിക്ക് അഭിമാനിക്കാം. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് നല്ല രീതിയിൽ നടന്നപ്പോൾ മാധ്യമങ്ങളുടെ കേരളത്തിലടക്കം ശ്രദ്ധ വന്നിരുന്നില്ല. പക്ഷേ ചെറിയ അപകടങ്ങൾ 1-2 തവണ ഉണ്ടായപ്പോൾ അതിനെ വലിയൊരു ഇഷ്യൂ ആക്കുകയും മീഡിയയുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിൽ ഊന്നിയുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണോ അങ്ങനെ?
അതിലൊരു അസ്വസ്ഥത കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഉണ്ടാവും. ഒരു കാര്യം നേരെ ചൊവ്വെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഒരു കാര്യം നേരെ ചൊവ്വെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത്ര ഇഷ്ടപ്പെടില്ല. അത് എങ്ങനെയെങ്കിലും അതിനകത്തൊരു കുഴപ്പമുണ്ടാവണമെന്നൊക്കെ അവർ പ്രാർത്ഥിക്കും. അപ്പോഴാണ് അവർക്കൊരു കുഴപ്പം വീണ് കിട്ടി, അതൊന്ന് ആഘോഷിച്ചു. അതാണ് സംഭവിച്ചത്. എന്തായാലും ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ അഭിമാനം നേരെ ഉയർത്തിപ്പിടിക്കാം ഈ കുംഭമേളകൾ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.